ജയിൽ ചാടുവാനും അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുമുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തേണ്ടതാണ്. മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരും ഇതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്. ഇത്രയും കേസുകളിൽ പ്രധാനപ്പെട്ട ഒരു കേസിൽ പുതിയ ഒരാൾ ജയിൽ ചാടുമ്പോൾ നേരത്തെ ഈ കണ്ണൂർ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. തടവുകാർക്ക് അഭീതമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ സർക്കാരിന്റെ കീഴിലോ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കണ്ണൂർ ജയിലിൽ മാത്രമല്ലല്ലോ, സെൻട്രൽ ജയിലിൽ പലയിടത്തും ഇതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു കുറ്റവാളി എന്നുള്ള നിലയിൽ സ്ത്രീയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ചെങ്ങന്നൂർ സ്വദേശിയായ ഷെറിനെ മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് വേണ്ട ഒത്താശകൾ കൊടുത്തുകൊണ്ടാണ് അവരെ പുറത്തിറക്കിയത്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്ന് പൂർണ്ണമായി അറിയാം എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെ ജയിലിലേക്ക് വിട്ടയച്ചത്, ജയിലിലേക്ക് ശിക്ഷിച്ച് പോയതാണ്. പക്ഷേ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുത്തത് മാധ്യമങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാർ പല ആളുകളും അതിനുവേണ്ടി ഇടപെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഗവർണർ അതിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള കുറ്റവാളികളെ ഓരോന്നും വിട്ടയക്കുമ്പോഴും അല്ലെങ്കിൽ കുറ്റവാളികൾക്ക് മോചനം കൊടുക്കുമ്പോഴുമൊക്കെ എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി നോക്കിക്കാണേണ്ടതാണ് എന്ന അഭിപ്രായമാണ് UDF കൺവീനർ എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്. ഈ കണ്ണൂർ സെൻട്രൽ ജയില്, നമുക്കറിയാം സെൻട്രൽ ജയിലിൻ്റെ ഒക്കെ ഒരു മതിലിൻ്റെ ഒക്കെ ഒരു വലുപ്പം, ഈ ഗോവിന്ദച്ചാമി പരിമിതികളുള്ള ഒരാളാണ് ശാരീരികമായിട്ട്. അങ്ങനെ ഒരാൾക്ക് ഈ രാത്രി ഈ പ്രത്യേക സെല്ലിൽ നിന്ന് ചാടി ജയിലിന് പുറത്ത് കിടക്കണമെങ്കിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടുകൂടിയായിരിക്കും ഗോവിന്ദച്ചാമി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെ ജയിൽ ചാടുവാനും മറ്റും അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കത്തിൻ്റെ വിഷയം വരുന്നില്ലല്ലോ. അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പുറത്തുനിന്ന് പിന്തുണ കിട്ടിയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ എന്തായാലും ഇയാളുടെ ജയിൽ ചാട്ടത്തിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഉന്നത ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് തീർച്ചയായിട്ടും കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ആയിരുന്നു പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. എന്തായാലും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഇപ്പോൾ വ്യാപകമായ പരിശോധന വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി നടക്കുകയാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും എറണാകുളം റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ സമീപ ജില്ലകളിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ പോലീസ് പരിശോധന നടത്തി വരികയാണ്.